41 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരം നടക്കാനിരിക്കുകയാണ്. സെപ്റ്റംബർ 28-ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നാണ് അഭിഷേക് ശർമ്മ ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീം സാധാരണ ടീമാണെന്ന വാദം. അഭിഷേകിനെ ലക്ഷ്യമിട്ടാൽ ഇന്ത്യൻ ടീമിനെ വീഴ്ത്താമെന്ന് പാക് ക്രിക്കറ്റിൽ നിന്നുള്ള ചിലരെങ്കിലും ദിവാസ്വപ്നം കാണുന്നുണ്ടാകും. നിലവിൽ ടീമിനായി ഏറ്റവും മികച്ച സംഭാവന നൽകുന്ന താരങ്ങളിൽ ഒരാളാണ് അഭിഷേക് ശർമ്മ എന്ന കാര്യം ശരിയാണ്. എന്നാൽ അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ ടീം ഒന്നുമല്ലെന്ന വാദം പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ അത് അതിമോഹം മാത്രമാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഇന്ത്യയുടെ T20 പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി. 2024 പിറന്നതിന് ശേഷം 36 T20 മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത്. ഇതിൽ 3 തവണ മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. അതായത് 90-ന് മുകളിലുള്ള അവിശ്വസനീയമായ വിജയ ശതമാനം ഇന്ത്യക്ക് സ്വന്തമാണ്. മാത്രമല്ല ICC റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ് ടീം ഇന്ത്യ. അഭിഷേക് ശർമ്മ തന്റെ വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്പർ 1 ആയ ടീമാണ് ഇന്ത്യ എന്ന് അർത്ഥം. എതിരാളികൾ ബാറ്റിംഗ് വെടിക്കെട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിശബ്ദമായി ഇന്ത്യയുടെ ബൗളർമാർ അവരെ തകർത്തെറിയുന്നു. കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി തുടങ്ങിയ കരുത്തുറ്റ സ്പിൻ നിരയും ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലുള്ള പേസ് ബോളിംഗ് കരുത്തും ഇന്ത്യക്ക് സ്വന്തമാണ്. മികച്ച ഓൾറൗണ്ടർമാരുടെ നിരയും ഇന്ത്യൻ ടീമിലുണ്ട്. ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കരുത്തുറ്റ സംഘമായി മാറുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ കൂടി പറയാം. ഒന്നാമതായി, ഇന്ത്യക്ക് അനുകൂലമാകുന്ന ഘടകം മാനസികമായ ആധിപത്യമാണ്. ഈ ടൂർണമെന്റിൽ തന്നെ പാകിസ്ഥാനെ 2 തവണ തകർത്തെറിഞ്ഞ ശേഷമാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. 2 വിജയങ്ങളും മാനസികമായി പാക് താരങ്ങളെ തകർക്കുന്നതായിരുന്നു. രണ്ടാമതായി, ഇന്ത്യക്ക് അനുകൂലമായ ഘടകം ബൗളിംഗിലെ വൈവിധ്യവും ഓപ്ഷനുകളും ഡെപ്തുമാണ്. ദുബായിലെ വേഗത കുറഞ്ഞ പിച്ചിൽ ഇന്ത്യൻ സ്പിന്നർമാർ എതിരാളികളെ വലിഞ്ഞു മുറുക്കുന്നതിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷിയായത്. മൂന്നാമതായി, ബാറ്റിംഗിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ കരുത്തരാണ് എന്നതാണ്. പാകിസ്ഥാൻ ബാറ്റിംഗ് നിര ടൂർണമെന്റിലുടനീളം ദുർബലമായിരുന്നു എന്ന് പറയാം. മധ്യനിരയിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ബാറ്റർമാരെ പാകിസ്ഥാൻ ബാറ്റർമാരെക്കാൾ വിശ്വസിക്കാവുന്നതാണ്. കളിക്കളത്തിലെ പ്രകടനം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഒന്നിലധികം പടികൾ മുന്നിലാണെന്ന് അർത്ഥം. മാത്രമല്ല, അവസാനമായി പാകിസ്ഥാനെതിരെ കളിച്ച ഫൈനലിലേറ്റ തോൽവിക്ക് പകരം വീട്ടാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ്. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഗ്രൂപ്പ് ബിയിൽ നേർക്കുനേർത്തിയപ്പോൾ 124 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. എന്നാൽ ഫൈനലിൽ 180 റൺസിന് ഇന്ത്യയെ തകർത്താണ് പാകിസ്ഥാൻ കിരീടം നേടിയത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശിഖർ ധവാൻ, യുവരാജ് സിംഗ്, MS ധോണി, ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം ഉൾപ്പെട്ട ഇന്ത്യൻ ടീമിനെയാണ് അന്ന് പാകിസ്ഥാൻ തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ 2 വിജയങ്ങൾ നേടിയെങ്കിലും പാകിസ്ഥാനെ വില കുറച്ച് കാണാൻ ഇന്ത്യ തയ്യാറാകില്ല. കൃത്യമായ മുന്നൊരുക്കങ്ങൾ തന്നെ ഇന്ത്യ നടത്തുന്നുണ്ട്. ഫൈനലിൽ ഒരു ചെറിയ പിഴവ് പോലും വരുത്തരുതെന്നാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ഫൈനലിലെ തോൽവിക്ക് ഇന്ത്യ കണക്ക് ചോദിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.